ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രഗ്നൻസി ജേർണിയുടെ പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം മിനി വ്ളോഗ് കാണാത്തവർ പോയി കാണുക. പിന്നെ നമ്മൾ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യത്തെ കുറച്ച് പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ പോയി കാണുക കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ ഈ ഒരു പാർട്ടിൽ കിട്ടത്തുള്ളൂ. ഈ ഒരു പാർട്ടാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. അപ്പോൾ ജസ്റ്റ് ഒരു മൂക്കടപ്പിൻ്റെ ബേസിൽ ജസ്റ്റ് ഒരു നേസൽ ഡ്രോപ്പ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അന്നത്തെ ആ ഒരു എമർജൻസി ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് മാറ്റായിരുന്നു. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഒരു വിധിയായിരിക്കാം. നമുക്ക് മുന്നോട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇനി വേണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ അങ്ങനെ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കാം ദൈവത്തിൻ്റെ തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞെത്തിയത് നമ്മൾ എമർജൻസി ആയിട്ട് വേറൊരു ഇതിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഈ എന്നെ ആദ്യം കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ ഇതുപോലെ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വന്ന ആ ഒരു ടൈമിലേക്ക് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാനും ചേട്ടയും പെട്ടെന്ന് തന്നെ പാനിക്കായി. എന്താ കാര്യം എന്നറിയില്ല. ജസ്റ്റ് ഒരു മൂക്കടപ്പിൻ്റെ പേരിൽ വന്നപ്പോൾ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്താണെന്ന് നമുക്കറിയില്ല. ആ ടൈമിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റ് അവിടെ ഇല്ലായിരുന്നു. അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ലേബർ റൂമിൽ കുറേ നേരം ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നേഴ്സുമാർ ആ സമയത്തുള്ള ഒരു 3-4 പേര് മാത്രമായിരുന്നു ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന. ടൈമിലൊന്നും ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു. ബ്ലഡ് കുറേ അവരോരോ ടെസ്റ്റിനാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ചേട്ടായി മാത്രമേ ഉള്ളൂ. വേറെ ഹോസ്പിറ്റലാണെങ്കിലും പേഷ്യൻസ് ഒന്നും അന്ന് ആ ഒരു ടൈമിൽ ഇല്ലായിരുന്നു. അപ്പോൾ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, അകത്ത് നടക്കുന്നത് എന്താണെന്നുള്ള ചേട്ടായിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന പോലെ ലൈവ് റൂമിൽ ഇങ്ങനെ 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ ഇങ്ങനെ ചുമ്മാ ഒരു ഇതിലായിരുന്നു. ആ ഒരു ഇത് കാഷ്വാലിറ്റിയിലെ ബെഡിൽ കിടന്നാലും മതിയായിരുന്നു. പക്ഷെ അവർ പിടിച്ച് പെട്ടെന്ന് ലൈവ് റൂമിലാക്കി ബ്ലഡ് എടുക്കുന്നു, പല പല ടെസ്റ്റുകൾ ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലെ ടെസ്റ്റ് ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ട് ആ ടെസ്റ്റ് റിസൾട്ട് ഡോക്ടറെ വിളിച്ച് പറയുന്നു. ലാസ്റ്റ് 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും വന്നു. ലാസ്റ്റ് കോവിഡ് ടെസ്റ്റിന് വരെയുള്ള ഓപ്ഷൻ അവർ ചെയ്തു കേട്ടോ. എന്തിൻ്റെ ഇതാണെന്ന് എനിക്കറിയത്തില്ല. അതായത് ദൈവം സഹായം ചെയ്താൽ ആ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ ആ ടെസ്റ്റും കൂടെ ചെയ്യിപ്പിച്ചതിനെ ഞങ്ങളെ. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായി അവർക്കൊരു ടാർജറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു 6000 രൂപയോളം ആ ഒരു ടൈമിൽ എക്സ്പെൻസ് അവിടെ മേടിച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ എന്നിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യായിരുന്നു. നിന്നിപ്പിലൊരു 10-11 മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാമെന്നും ഇങ്ങനെ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടെന്നും. കാരണം എന്നെ ലേബർ റൂമിൻ്റെ അകത്ത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അകത്തെ കാര്യങ്ങളൊന്നും ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ചേട്ടായിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ആളെന്നിട്ട് കുറേ ബഹളമൊക്കെ വെച്ചു അവിടെ. കാരണം ഒന്നും ഇവർ പറയുന്നില്ല. പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരൊന്നും പറയുന്നില്ല. ലാസ്റ്റ് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിവിടെ അവരപ്പോൾ കാർഡിയോളജിയുടെ ബേസ് എന്താണ് പറഞ്ഞു. കാരണം ECG ഒക്കെ ആവശ്യമില്ലാതെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാർഡിയോളജിസ്റ്റ് ഇവിടെ ഇല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ. കാര്യം എന്താണെന്ന് അപ്പോഴും പറയുന്നില്ല അവർ. എന്തോ ഡൈമർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഒരു വാല്യൂ വേരിയേഷൻ വരുന്നുണ്ട്. അത് നോർമലി പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും വരുന്നതാണ്. അതിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ളതാണ്. അത് എസ്പെഷ്യലി ചെക്ക് ചെയ്യേണ്ട ഒരു കേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വയ്യാഴികയൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ജസ്റ്റ് പനി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ നേരം ലൈബ്രറി റൂമിൽ കിടന്നതിന് ശേഷം അവിടെ ഒരു നേഴ്സ് തന്നെ നേസൽ ഡ്രോപ്പ് ഒഴിച്ചപ്പോൾ തന്നെ എൻ്റെ നോസ് അടഞ്ഞിരുന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മളെ ചേട്ടായി ഷൗട്ട് ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു. ഇപ്പം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനകത്തൊരു നേഴ്സ്, സീനിയർ നേഴ്സായിരുന്നു. ആൾ സത്യം പറഞ്ഞാൽ പാവമുണ്ട്. അവർ കുറേ മണിക്കൂറുകളായിട്ട് ഫുഡ് കഴിക്കാതെ അതിൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാണ്. അവർ ചോദിച്ചു ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ടല്ലോ, ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാം, ഇവിടെയല്ല നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എന്നെ റെഫർ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. എന്നിട്ട് നേഴ്സ് എനിക്ക് വെള്ളവും പിന്നെ സ്നാക്സും അവരുടെ ആ ഒരു ടൈമിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എനിക്ക് ലൈബ്രറി റൂമിൽ വെച്ച് തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് റെഫർ ചെയ്തിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അതിലും വലിയ രസം. എനിക്ക് ലൈബ്രറി റൂമിൽ ഇരുന്ന് കിടന്ന് കേൾക്കായിരുന്നു എന്നെ നോക്കുന്ന ഡോക്ടർ. അവരുടെ ഫ്രണ്ട് നമ്മൾ റെഫർ ചെയ്ത ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കേസാണെപ്പോഴും ഞാൻ അറിയുന്നില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മൾ അറിയുന്നില്ല. ആ ഒരു ബേസിൽ നമ്മളവിടെ ചെന്ന് നമ്മളെ വിളിച്ചെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ട് പേഷ്യൻ്റ് അല്ല ഞാൻ. അവിടെ കാഷ്വാലിറ്റിയിൽ ചെന്നപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കേസും പ്രഗ്നൻസി കേസും, നോർമലി ഒരു പനിയോ അല്ലാതെ വേറെ ഒന്നുമല്ല, പ്രഗ്നൻസി കേസും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ A to Z എല്ലാ ഡീറ്റെയിൽസും വേണമല്ലോ.